ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനും അമ്മയും കൂടി മുഖത്തല അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് മുഖത്തല അമ്പലത്തിൽ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്നങ്ങ് തീരുമാനം എടുത്തിട്ട് പോകാം. അന്ന് അങ്ങനെ അമ്മ വിളക്കൊക്കെ കത്തിച്ചു റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. എന്നാൽ പിന്നെ കാറിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി കാറൊക്കെ എടുത്തിട്ട് എന്നാൽ പിന്നെ കാറിൽ പോകാമെന്ന് വെച്ചിട്ട് കാറൊക്കെ എടുത്തു. അമ്മ അവിടെ എല്ലാം ഗേറ്റൊക്കെ തുറന്നിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. എന്തോ വെളിയിൽ നിന്ന് പറയുന്നുണ്ട്. ഞാൻ ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്താ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു. വണ്ടി റിവേഴ്സ് എടുത്ത് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ബാക്കിൽ എന്തോ ഉണ്ടെന്നോ അങ്ങനെ എന്തോ പറയായിരുന്നു തോന്നുന്നു. വണ്ടി ഇരിപ്പുണ്ടെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ മുഖത്തല അമ്പലത്തിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അമ്പലം വ്യൂ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ആ നേരെ കാണുന്നതാണ് നമ്മുടെ മുഖത്തല ക്ഷേത്രം. കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെ അമ്മ നേരെ ചെന്നിട്ട് എണ്ണ വാങ്ങി കേട്ടോ. അവിടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വാങ്ങി. അപ്പോൾ അത്യാവശ്യം ആളുണ്ടായിരുന്നു. നമ്മൾ വ്യാഴാഴ്ച ദിവസമായിരുന്നു പോയത്. ഇത്രയും തിരക്കുണ്ടെന്ന് വിചാരിച്ചില്ല. രാവിലെയൊക്കെ പോകുമ്പോൾ തിരക്കുണ്ട്, പക്ഷേ വൈകിട്ട് ഇത്രയും തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തൊഴുത് ഇറങ്ങി അമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അമ്മയെ കാണുന്നില്ല. കുറേ നേരം ഞാൻ അവിടെ കുറേ നേരം നിന്നിട്ടും കാണാത്തോണ്ട് ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ നടക്കുന്നത്. നല്ല രസമാണ് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നത്. ഭയങ്കര രസമാണ്. ഭയങ്കര കാമായിട്ടുള്ള ഒരു ക്ലൈമറ്റും ഭയങ്കര രസമാണ്. അങ്ങനെ ദാണ്ടേ ഞാനങ്ങനെ വന്ന് കറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കാൻ നേരം ദാണ്ട് അമ്മ വരുന്നു കേട്ടോ. ആലിൻ്റെ അടുത്തൊക്കെ തൊഴുതിട്ട് വരുന്നു. ദാണ്ട് ഇതോ പോകുന്നു അങ്ങോട്ട്. അങ്ങനെ അവിടെ നിന്നപ്പോൾ കുറേ ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അവിടെ പോയി ആ ചെടിയൊക്കെ നോക്കി. അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. സർപ്പക്കാവുണ്ട് പുറത്ത്. നമ്മളവിടെ പോയൊക്കെ തൊഴുതിട്ട് നേരെ എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ അമ്പലത്തിന് ഫ്രണ്ട് വ്യൂ വരുന്നത് കേട്ടോ. അങ്ങനെ അമ്മയും ഞാനും കൂടെ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഈ റോഡരികിലൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ചേർന്ന് നിന്ന് കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ നേരെ അമ്മയുടെ സ്ഥലം മുഖത്തലേ കേട്ടോ. അങ്ങനെ മാമിയുടെ വീട്ടിലേക്ക് ചെന്നു. അമ്മയുടെ വീട് ഇവിടെയാണ്. അങ്ങനെ അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മാമി നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് വന്നു കേട്ടോ. ഞാൻ സൂം ചെയ്ത് നോക്കുന്നത് അമ്മയുടെ അനിയത്തി കടയിൽ വന്നു കേട്ടോ. ഇത് ഇവളുമാരും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓടി അമ്മ അവിടെ നിന്ന് ചക്ക കണ്ടോ. ഞങ്ങളുടെ അമ്മയുടെ മുഖത്തിൽ വരുന്നത് ചക്കയ്ക്കാ ഗൈസ്. കണ്ടോ എല്ലാരും ഒളിച്ചിരിക്കുന്നത്. ഓടി അമ്മ. ഓക്കെ, ബൈ ബൈ, സി യു. എന്തിരിട്ട് മാമൻ കടയൊക്കെ അടിച്ച് കിടന്ന്. മാമി പോന്ന മാമൻ കിടന്നാ ലൈറ്റ് കിടക്കുന്നതിനകത്ത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. താഴെയാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഇതാണ്ട് നല്ലൊരു വീട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി വീട് വന്നു. ഞാൻ വന്നിട്ട് കുറേ നാളായി. അപ്പം അമ്മ പറയുന്നത് കുറച്ചായി ആ വീട് വന്നിട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങ് മുകളിലേക്ക് കയറണമെങ്കിൽ ചെറിയ വഴിയാണ്. പിന്നെ അവിടേട്ട് വളയ്ക്കാനൊക്കെ പാടായതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയില്ല. താഴെ ഇട്ടിരുന്ന വണ്ടി. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു അവിടെ ഒരു കടയിൽ. അങ്ങനെ അവിടെ നിർത്തി. ഞാൻ കുറച്ച് പേരുടെ പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ദാണ്ട് റവ മേടിക്കാനാണ് നിർത്തിയത്. വന്നിട്ട് ഉപ്പുമാവാണ് ഗൈസ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ ഔട്ടർ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇപ്പോൾ എടുക്കാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.